വ്യക്തിഗത ആദായനികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. ITR 1, ITR 2 ഫോമുകൾ ഫയൽ ചെയ്യാനുള്ള സമയപരിധി ജൂലൈ 31 അവസാനിക്കും. സമയപരിധി നീട്ടുമോ എന്നാണ് കാത്തിരിക്കുന്നത്. ഫയൽ ചെയ്യാൻ വൈകിയാൽ പിഴ നൽകേണ്ടി വരും. വാർഷിക ആദായം 5 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 5000 രൂപയും അതിൽ താഴെയുള്ളവർ 1000 രൂപയുമാണ് പിഴ നൽകേണ്ടത്. ഇതിനൊപ്പം അടയ്ക്കാത്ത നികുതിക്ക് മുകളിലുള്ള പലിശയും നൽകണം. മുൻ വർഷങ്ങളിൽ പോർട്ടലിൽ ഉണ്ടായിരുന്ന സാങ്കേതിക തകരാറുകൾ ഇത്തവണ ഉണ്ടായിരുന്നില്ല. ലോഗിൻ പ്രശ്നങ്ങളോ വേഗക്കുറവോ ഇല്ലാതെ പോർട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ നികുതിദായകരും ഒരേ സമയം ഫയൽ ചെയ്യുന്നത് ഒഴിവാക്കാൻ വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ച് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പോർട്ടലിലെ തിരക്ക് കുറയ്ക്കാനാണിത്. കൃത്യസമയത്ത് റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് ബിസിനസ്, മൂലധന നഷ്ടം എന്നിവ അടുത്ത വർഷങ്ങളിലേക്ക് കൈമാറാൻ സാധിക്കില്ല. ഭാവിയിലെ നികുതി ബാധ്യത വർദ്ധിക്കാൻ ഇത് കാരണമാകും. ശമ്പള വരുമാനക്കാർക്ക് ജൂലൈ 31 തന്നെയാണ് സമയപരിധി. ചെറുകിട ബിസിനസ്, ഓഡിറ്റിംഗിന് വിധേയമല്ലാത്ത പ്രൊഫഷണൽ വരുമാനം എന്നിവ ഉള്ളവർക്ക് ഓഗസ്റ്റ് 31 വരെ സമയമുണ്ട്. ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിഴ ശിക്ഷ ലഭിക്കും. വരുമാനം തെറ്റായോ കുറച്ചോ കാണിച്ചാൽ പിഴ ശിക്ഷ വിധിക്കാൻ അധികാരമുണ്ട്. ബാധകമായ നികുതിയുടെ 50 മുതൽ 200% വരെയാണ് പിഴ വിധിക്കുന്നത്. ചട്ടങ്ങൾ ലംഘിച്ച് ഒരു വ്യക്തി 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ കറൻസി രൂപത്തിൽ സ്വീകരിച്ചാൽ പിഴ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആദായനികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്തോളൂ. ഇല്ലെങ്കിൽ ഫൈൻ നൽകേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.